പെരിയാറിൽ കൂടുതലിടങ്ങളിൽ മലിനജലം ഒഴുക്കുന്നുവെന്ന വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തൽ. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ മലിനജലം ഒഴുക്കുന്നുവെന്ന സംശയമുയർന്നതോടെ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയുടെ പരിശോധനയിലാണ് വ്യവസായശാലകളിൽ നിന്ന് നിയമം ലംഘിച്ച് മലിനജലം ഒഴുക്കുന്നത് കണ്ടെത്തിയത്. രഹസ്യ പൈപ്പുകൾ സ്ഥാപിച്ചും മഴവെള്ളം ഒഴുക്കുന്ന സംവിധാനങ്ങളിലൂടെയും മലിനജലം ഒഴുക്കിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ IREയുടെ സാമ്പിൾ കളക്ട് ചെയ്തു, FACTയുടെ സാമ്പിൾ കളക്ട് ചെയ്തു, TCCയുടെ ഭാഗത്തുനിന്നുള്ള സാമ്പിൾ കളക്ട് ചെയ്തു, സുഡ്കമിയുടെ സാമ്പിൾ കളക്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് IRE, FACT എന്നീ കമ്പനികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോം വാട്ടർ ഡിസ്ചാർജ് എന്നുള്ള ഒരു വ്യാജേന അതിൽ കൂടി മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. പരിശോധനാ റിപ്പോർട്ട് വന്നാൽ മാത്രമേ രാസമാലിന്യമാണോ ഒഴുക്കിയതെന്ന് സ്ഥിരീകരിക്കാനാകൂ. രാസമാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് CG ലൂബ്രിക്കൻസ് എന്ന ഓയിൽ കമ്പനി മലിനീകരണ നിയന്ത്രണ ബോർഡ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ നൽകിയ പരാതിയിൽ കമ്പനിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. നിയമലംഘനം തുടരുന്ന സാഹചര്യത്തിൽ വിദഗ്ധ സമിതി പരിശോധന നാളെയും തുടരും. വിദഗ്ധ സമിതി പരിശോധനകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ നിയമലംഘനങ്ങൾ തുടരുന്നത് എന്നതാണ് ഏറ്റവും ഗൌരവതരമായ വിഷയം. റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം ഹൈക്കോടതി ഉൾപ്പെടെ അധികൃതർ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മോസ്നാസു, മീഡിയ 1, കൊച്ചി.